അസ്സലാമു അലൈക്കും. വെൽക്കം ടു MinuzWorld. എല്ലാവർക്കും MinuzWorldലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇതിനിപ്പോൾ ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് സമൂനാണ്. നിങ്ങൾക്ക് ബ്രെഡ് വെച്ചിട്ടോ ബെന്ന് വെച്ചിട്ടോ ഒക്കെ ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ. ഇപ്പോൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തത് ബാക്കിയുണ്ടെങ്കിലോ തലേദിവസത്തെ ബാക്കിയുണ്ടെങ്കിലോ ഒക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. അതിൽ ബോൺലെസ്സായ ചിക്കൻ മാത്രം എടുത്തിട്ട് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഗ്രീൻ ക്യാപ്സിക്കം ഒരു ചെറിയ കപ്പ്, യെല്ലോ ക്യാപ്സിക്കം ഒരു കപ്പ്, ക്യാരറ്റ് ഒരു കപ്പ്, തക്കാളി ഒരു കപ്പ്, മല്ലിച്ചപ്പ് ആവശ്യത്തിന്, ഒരു കപ്പ് ചിക്കൻ ഉപ്പും കുരുമുളകിട്ട് വേവിച്ച ചിക്കനാണിത്. പിന്നെ മയോണൈസ്, ടൊമാറ്റോ സോസ്, കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ സമൂന്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ക്യാരറ്റ്, അതോടൊപ്പം തന്നെ ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം, ടൊമാറ്റോ, ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി അവനവൻ്റെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മയോണൈസാണ്. ഇത് ഹോം മെയ്ഡ് മയോണൈസാണ്. ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയതാണ്. മയോണൈസിൻ്റെ റെസിപ്പി അറിയാത്തവർക്കായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതുണ്ട്. അപ്പോൾ അവിടെ നോക്കിയാൽ മതി മയോണൈസ് ഉണ്ടാക്കുന്ന രീതി. ഇതിലിപ്പോൾ 2 ടീസ്പൂൺ മയോണൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ സമൂനാണ് എടുത്തിട്ടുള്ളത്. സമൂന് നടുവിൽ കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 1-2 ടീസ്പൂൺ. ഇതിപ്പോൾ ചെറിയ സമൂനാണ് ചെയ്തിട്ടുള്ളത്. വലിയ സമൂനാണെങ്കിൽ 3-4 ടീസ്പൂൺ വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ടീസ്പൂണേ ഞാൻ ആഡ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള സ്പേസ് ഇതിനകത്ത് ഉണ്ടാവുള്ളൂ. രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. വൈകുന്നേരത്തൊക്കെ ഇവിടെ മക്കൾ കഴിക്കുന്നതാണ്. വളരെ നമുക്ക് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം. ഇതിപ്പോൾ വെജിറ്റബിൾ ഞാനുള്ള വെജിറ്റബിളാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ കാബേജ്, പാഴ്സ്ലി ലീവ്സ്, ലെറ്റൂസ്, ഇതിൻ്റെയൊക്കെ ലീവ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, ടേസ്റ്റിയുമാണ്. എല്ലാം ഹോം മെയ്ഡ് ആയതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങുന്നതിൻ്റെ അത്രയും പ്രശ്നമൊന്നുമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായ റെസിപ്പിയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു ഡിഷുമായി വരുന്നത് വരെ നിങ്ങളുടെ സ്വന്തം MinuzWorld. അസ്സലാമു അലൈക്കും. താങ്ക് യു.